ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്യാമാണെങ്കിൽ ശ്രുതി അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കാട്ടോ. നീ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന് ഞാൻ അളിയനോട് പറഞ്ഞാൽ അളിയൻ വിശ്വസിക്കാതിരിക്കോ? നിങ്ങളീ പറയുന്നതൊന്നും അശ്വിൻ സാർ വിശ്വസിക്കില്ല എന്ന് പറയാട്ടോ ശ്രുതി. വിശ്വസിക്കും ശ്രുതി, ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വിശ്വസിക്കും. കാരണം എന്താന്നല്ലേ, ഞാൻ അഞ്ജലിയുടെ ഭർത്താവാണ്. എന്താ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നോട് നീ മുട്ടി നോക്ക് എന്നങ്ങ് പറയുന്ന നേരത്ത് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുന്നുണ്ട്, അശ്വിൻ സാർ എവിടെ? സാർ മീറ്റിംഗില്ല, ഇപ്പൊ വരും, മാഡം ഇവിടെ ഇരുന്നോ എന്ന് പറയണേ. അങ്ങനെ അശ്വിൻ വരുന്ന നേരത്ത് ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് തന്നെ കാറിന്റെ അടുത്തേക്ക് പോയിട്ട് കാറിൽ കയറി ഇരിക്കണേ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഓടിച്ചെന്ന്, സാർ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു, പ്ലീസ് സാർ ഒന്ന് കേട്ടിട്ട് പോ എന്ന് പറയുന്നതും നമ്മുടെ അശ്വിൻ കാറെടുത്ത് ഒരൊറ്റ പോക്കാണ് കേട്ടോ. അപ്പൊ ശ്രുതി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന നേരത്തെ നമ്മുടെ ശ്യാം അങ്ങോട്ടേക്ക് വരികയാണേ. ശ്രുതി, നീ കരയുന്നുണ്ടോ? എന്നാ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കണ്ണ് തുടക്കി. ഈ കേസിൽ ആര് പറഞ്ഞിട്ടും കാര്യമില്ല ശ്രുതി, അശ്വിൻ നിന്നെ വിശ്വസിക്കില്ല. നീ എത്ര പറഞ്ഞിട്ടും അശ്വിൻ നിന്നെ കേൾക്കാതെ പോയത് കണ്ടില്ലേ? ഇപ്പോഴെങ്കിലും നീ ബുദ്ധി ഉപയോഗിക്കുക ശ്രുതി എന്ന് പറയുന്ന നേരത്ത് നമ്മുടെ ശ്രുതി ഒന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. ഇയാൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും സാർ എന്നെ കേൾക്കാൻ കൂട്ടാക്കുമെന്ന് തോന്നുന്നില്ല. ഇയാൾ പറയുന്നത് പോലെ ആ ഫയൽ അങ്ങ് മേടിച്ച് സൈൻ ചെയ്യുന്നത് പോലെ ഭാവിക്കുക, അതാ ബുദ്ധി എന്നും പറഞ്ഞ് ശ്യാമിന്റെ കയ്യിൽ നിന്ന് ആ ഫയൽ മേടിക്കാണ് കേട്ടോ. ഇതിൽ ഞാൻ ഒപ്പിട്ട് തരാം, പക്ഷെ എനിക്ക് അല്പം സമയം വേണം. ഈ ഫയലിൽ എന്താണ് നിങ്ങൾ എഴുതി പിടിപ്പിച്ചതെന്ന് ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. തീർച്ചയായിട്ടും ശ്രുതി, ഈ ഫയലിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ശ്രുതി വായിച്ച് ഒപ്പിടിപ്പിച്ച് തന്നാൽ മതി എന്നും പറഞ്ഞ് ശ്യാം അങ്ങ് പോവാണ് കേട്ടോ. ആ ഫയലും കൊണ്ട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ വീട്ടിലെത്താണ്. പിന്നീട് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ ഫയലെടുത്ത് ടെൻഷനോട് കൂടിയിട്ട് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എൻ്റെ ഈശ്വര, ഈ ഫയൽ ഞാൻ എന്തിനാ അയാളോട് വാങ്ങിയത്? എന്തു തന്നെ ചെയ്തിട്ടായാലും എനിക്ക് ഒപ്പിട്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നില്ലേ ശ്രുതി എന്ന് മനസ്സിങ്ങനെ പറയുന്ന നേരത്തെ, ഞാനങ്ങനെ പറഞ്ഞല്ലോ, അയാൾ വീണ്ടും നിർബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യാനാ എന്നങ്ങ് ചോദിക്കുന്ന നേരത്തെ നമ്മുടെ ശ്യാം വരിക കേട്ടോ. ഹായ് ശ്രുതിക്കുട്ടി, ഇത്ര വേഗം നീ അശ്വിനെ കൊണ്ട് ഈ ഫയൽ ഒപ്പിടിപ്പിച്ചോ? വെരി ഗുഡ്. എനിക്കറിയായിരുന്നു നിനക്കിതൊക്കെ പുഷ്പം പോലെ സാധിക്കുമെന്ന്. ഞാൻ ഈ ഫയലൊന്നും ഒപ്പിടിപ്പിച്ചിട്ടില്ല. അതെന്തേ? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ. നിങ്ങൾ പറയുമ്പോഴേക്കും എനിക്കിത് ഒപ്പിടിപ്പിച്ച് തരാനൊന്നും പറ്റില്ല. ഞാൻ ആദ്യം ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കട്ടെ, എന്നിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം ഞാൻ അശ്വിൻ സാറിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് തരാം. അതിന് കുറച്ച് സമയം വേണമെന്ന് പറയണേ. ഓ സമയം എടുത്തോളൂ, പക്ഷേ അധികം ലേറ്റ് ആവരുത്. ശ്രുതി വായിച്ച് ബോധ്യപ്പെട്ടിട്ട് മതി. ഈ ഫയൽ കിട്ടിയിട്ട് വേണം എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാൻ. എങ്കിൽ ശരി, ബായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്യാം അങ്ങ് പോവാട്ടോ. ശ്യാം പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശ്രുതി ആ ഫയലെടുത്ത് ബാഗിൽ വെച്ച് അവിടെ ഇരുന്ന് അശ്വിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ അശ്വിൻ സൈറാം കണ്ണിൽ കണ്ടതും കാതിൽ കേട്ടതും മാത്രമേ വിശ്വസിക്കുള്ളൂ ശ്രുതി എന്ന് പറയുന്നതും ചില റൊമാൻറ്റിക് നിമിഷങ്ങളൊക്കെ ആലോചിച്ചിരുന്ന് കരയാണ് കേട്ടോ. എന്നിട്ട് വാഷ്റൂമിൽ പോകുന്ന നേരത്തെ നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അശ്വിൻ ആ റൂമിൽ ആകെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഷെൽഫ് തുറന്ന് നോക്കുമ്പോൾ ശ്രുതിയുടെ ഡ്രസ്സൊന്നും അവിടെ കാണില്ല. ഇവളിതെവിടെ പോയി? ശ്രുതി ശ്രുതി എന്ന് വിളിക്കണേ. അപ്പോഴേക്കും ശ്രുതി വാഷ്റൂമിൽ നിന്ന് വന്ന് നോക്കും. എന്താ സർ, ഇതെന്താ ഈ റൂം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഈ റൂമിനെ യോജിച്ച വിധം ഇങ്ങനെയാണെന്ന് എനിക്ക് തോന്നി. ഇവിടെ ഇരുന്ന് നിന്റെ ഡ്രസ്സ് എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങ് പോവാട്ടോ. അപ്പൊ കൈ പിടിച്ച്, ശ്രുതി നിന്നോടാ പറഞ്ഞത്, നീ ഇതൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. എൻ്റെ മുഖം കാണാൻ ഇഷ്ടമല്ലാത്തവർക്ക് എൻ്റെ സാധനങ്ങൾ കണ്ടാൽ എത്രത്തോളം ഇറിറ്റേഷൻ ആവുമെന്ന് എനിക്ക് എന്നാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ആ സാധനങ്ങളൊക്കെ മാറ്റിയത്. സാറിനെ ഇഷ്ടപ്പെട്ട വിധം ഈ റൂം അറേഞ്ച് ചെയ്തത്. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി സർ. സാറിന് ഇഷ്ടപ്പെട്ട വിധം ഈ റൂം റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ നാടകം ഒന്ന് നിർത്ത് ശ്രുതി. അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള മൂഡിലല്ല ഞാൻ. നാടകമോ? സാറിൻ്റെ മുന്നിൽ എനിക്ക് നാടകം കളിക്കേണ്ട ആവശ്യമുണ്ടോ? സാർ എന്നെ പറ്റി ചിന്തിക്കണ്ട, ഞാൻ ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്നോളാം എന്നങ്ങ് പറഞ്ഞ് ശ്രുതി തലണയും ബെഡ്ഷീറ്റും എടുത്ത് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്